ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമകൾക്കും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഫെബ്രുവരി 27-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയായിരുന്നു മച്ചാന്റെ മാലാഖ. ആവറേജ് അഭിപ്രായം നേടിയ ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 20 ലക്ഷത്തോളം രൂപയായിരുന്നു. ഇന്ന് 15 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് ഏകദേശം 35 ലക്ഷം രൂപ ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷൻ 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ മലയാള സിനിമ ആപ് കൈസേഹോ ഇന്നാണ് തിയേറ്ററിലെത്തിയത്. വിനയ് ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് ധ്യാൻ ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, രമേശ് പിഷാരടി, ധർമ്മജൻ, ദിവ്യദർശൻ എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിരയും ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ഈ കോമഡി എന്റർടൈനർ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 12 ലക്ഷം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. മിനി സ്ക്രീനിലൂടെ ശ്രദ്ധേയനായ അമ്പിളി എസ് രംഗം സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇടി മഴ കാറ്റ്. ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ബാസി എന്നിവർ അഭിനയിച്ച ഈ സിനിമ നിലവിൽ എബോ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 8-10 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രം തിയേറ്ററിലെത്തി രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 9ാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നും ഈ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ ഏകദേശം 1,25 ലക്ഷം രൂപ വരെ കേരള കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 17-17.5 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. നിലവിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32-33 കോടി റേഞ്ചിലുമാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 21-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നിഖില വിമൽ, ചെമ്പൻ വിനോദ്, ശ്യാം മോഹൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഒരാഴ്ച വരെയുള്ള ഇന്നലെ വരെയുള്ള കേരള കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം 1,90 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. 8ാം ദിവസമായ വെള്ളിയാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ 8 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 2.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം UK, കാനഡ ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ഡ്രാഗൺ. അശ്വത് മാരിമുത്ത് തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ, കയാതു ലോഹർ എന്നിങ്ങനെയാണ് താരങ്ങൾ. വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന ഡ്രാഗൺ ആദ്യ 7 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 40,50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 59,60 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 75 കോടി രൂപയുമാണ്. വിക്കി കൗശൽ നായകനെ ലക്ഷ്മൺ ഉദയക്കർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 14-ന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയ ബോളിവുഡ് സിനിമയാണ് ചാവ. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 485 കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. ഓവർസീസ് കളക്ഷനായി ഏകദേശം $8.95 മില്യൺ, അതായത് 78 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 563 കോടി രൂപയാണ്. ഫെബ്രുവരി 14-ന് തീരത്തെ മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ദാവീദ്. ആന്റണി വർഗീസ് നായകനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 14 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 6,20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 14 ദിവസം കൊണ്ട് ഏകദേശം 15,40 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജനുവരി 9-ന് തിയേറ്ററിൽ 2025-ലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് രേഖാചിത്രം. ഇന്നലെ വ്യാഴാഴ്ചയോടെ തിയേറ്ററിൽ 50 ദിവസം പൂർത്തിയാക്കിയ ഈ സിനിമയിൽ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ് എന്നിങ്ങനെയായിരുന്നു താരനിര. നിലവിൽ ഇപ്പോഴും ഈ സിനിമ വിവിധ തിയേറ്ററുകൾ പ്രദർശനം തുടരുന്നുണ്ട്. നിലവിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 29,50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 76 കോടി രൂപയുമാണ്. ആസിഫ് അലിയുടെ അടുത്ത സിനിമയായ ആഭ്യന്തര കുറ്റവാളിയുടെ ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 56 സെക്കൻഡാണ് ടീസറിന്റെ ദൈർഘ്യം. നവാഗതനായ സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഈ കോമഡി എന്റർടൈനർ സിനിമയിൽ ജഗദീഷ്, ഹരിശ്രീ അശോകൻ, പ്രേംകുമാർ, സിദ്ധാർത്ഥ ഭരതൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് താരങ്ങൾ. സംവിധായകൻ തന്നെ തിരക്കഥ എഴുതിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ്. ബിജിബാൾ സംഗീതം പകർന്ന ഈ സിനിമ ഏപ്രിൽ 3-ന് ഈദ് റിലീസായി തിയേറ്ററിലെത്തുന്നതാണ്. ദുൽഖർ സൽമാൻ നായകനായി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത DQ14-ന്റെ ടൈറ്റിൽ നാളെ പുറത്തു വരുന്നതാണ്. RDXന്റെ സംവിധായകന നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ദുൽഖർ സൽമാന്റെ 40ാമത്തെ സിനിമയുടെ പേരാണ് നാളെ മാർച്ച് 1-ന് പുറത്തു വരുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.